ഹായ്, ഓണത്തെ കിച്ചണിലേക്ക് സ്വാഗതം. സദ്യയ്ക്കൊക്കെ വിളമ്പാൻ പറ്റിയ സാമ്പാറാണിന്ന്. പലതരത്തിൽ സാമ്പാറുണ്ട്. ഇത് വറുത്തരയ്ക്കാണ്ട് എളുപ്പത്തിൽ ഇന്ന് നല്ല സ്വാദിലുള്ള സാമ്പാറാണ്. കുറച്ച് പച്ചക്കറി എടുത്തിട്ടുള്ളൂ. വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. മുരിങ്ങയ്ക്ക 2 എണ്ണം കഷ്ണാക്കിയതാണ്. കഴുകി തൊലി ചീന്തി എടുത്തതാണ്. മൂക്കാത്ത മുരിങ്ങക്കായാണ്. വെണ്ടയ്ക്ക 200 ഗ്രാം എടുത്ത് നുറുക്കിയതാണ്. സാധാരണ സാമ്പാർ കഷ്ണം പോലെ തന്നെ നുറുക്കി വെച്ചു. ഇത് തക്കാളി ചെത്തിയെടുത്തതാണ്. കറക്റ്റ് സ്ക്വയർ പീസസ് ഒന്നും ആവണമെന്നില്ല. ഇടത്തരം വലുപ്പത്തിലുള്ള 2 തക്കാളി എടുത്തേക്കണേ. മുരിങ്ങയ്ക്ക് ഇടുമ്പോൾ പ്രത്യേക വാസനയാണ് സാമ്പാറിന്. പുളി വലിയൊരു നെല്ലിക്കയുടെ അത്ര വലുപ്പത്തിലെടുത്തിട്ട് 1.25 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തി പിഴിഞ്ഞെടുത്തതാണ്. ഇത് തോരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ് എന്ന് പറയില്ലേ, അതാണ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. 5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. കൂട്ടാനിൽ ചേർക്കുമ്പോൾ പൊടി ഈവനായിട്ട് കട്ട പിടിക്കാണ്ട് ലയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് വെക്കണം. ചീനച്ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നുറുക്കി വെച്ച വെണ്ടയ്ക്ക വഴറ്റിയാൽ കൂട്ടാനിൽ കുഴഞ്ഞ് നൂല് പോലെ കിടക്കില്ല, കഷ്ണമായിട്ട് തന്നെ കിടക്കും വെണ്ടയ്ക്ക. ഈ വെണ്ടയ്ക്കും തക്കാളിക്കും ഒരേ വേവല്ല, അതുകൊണ്ട് ആദ്യം വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒന്ന് വഴന്നു കഴിഞ്ഞാൽ തക്കാളി ചേർക്കാം. ചിലർ ഉള്ളി അല്ലെങ്കിൽ സബോളയൊക്കെ ചേർത്തിട്ട് വഴറ്റാറുണ്ട്. ഇതിൽ നമ്മൾ പക്ഷേ ആകെ 3 തരം ചേർക്കുന്നുള്ളൂ: മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും പിന്നെ തക്കാളി. ഇനി തക്കാളിയും കൂടി ഒന്ന് വാടി വരട്ടെ. ഈ പ്രോസസ്സിനൊക്കെ കുറച്ച് സമയം വേണ്ടു. തൃശ്ശൂർ ഭാഗത്തൊക്കെ വറുത്തരച്ച സാമ്പാറാണ് സദ്യക്ക്. അതിന് കുറച്ചും കൂടി സമയം വേണം. ഇതാകുമ്പോൾ വേഗം ആവുകയും ചെയ്യും. സദ്യക്ക് വേറെ കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ എല്ലാത്തിനും കൂടി നേരം തെക്കണമെങ്കിൽ ഇതുപോലെ എളുപ്പത്തിലും സ്വാദിലും ഉണ്ടാക്കുന്ന വിഭവങ്ങൾ തന്നെ വേണം. ഇപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. മൺചട്ടിയാണ് നമ്മൾ എടുത്തേക്കണേ. അതിലൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മുരിങ്ങയ്ക്ക ചേർത്തിട്ടുണ്ട്. ഇനി മുരിങ്ങയ്ക്കയുടെ തൊലി കളയണില്ല എന്ന് വെച്ചാൽ നീളത്തിൽ ഒരു ഭാഗത്ത് മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വേഗം വെന്തോളൂ. നെയ്ക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം തിളച്ചു വെന്തിട്ടുണ്ട്. ഇനി പുളിവെള്ളം ഒഴിക്കാം. വാളൻപുളി പിഴിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. സാമ്പാർ പൊടിയിൽ മഞ്ഞൾപ്പൊടി ചേർത്തതുകൊണ്ട് ഇത്ര മതി. പുളിയും തിളച്ചിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ച പരിപ്പ് ചേർക്കാം. ഇത്തിരി ലൂസ് ഗ്രേവിയാണ്. കൽച്ചട്ടിയും മൺചട്ടിയും ഒക്കെ ആണെങ്കിൽ ഇത്തിരി ഇരുന്ന് കുറുകുകയും ചെയ്യും. ഇനി ഉപ്പിടാം പാകത്തിന്. വഴറ്റി വെച്ച വെണ്ടയ്ക്കയും തക്കാളിയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കണം. ഇത് സാമ്പാർ പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തത് എല്ലാം കൂട്ടാനിലേക്ക് ഇടാം. സാമ്പാർ പൊടി കഷ്ണങ്ങളിൽ പിടിക്കണം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഇടയിൽ 1-2 മിനിറ്റൊക്കെ മതി. സാമ്പാറിന് കളറൊക്കെ മാറി പൊടി കൂട്ടാനിലൊക്കെ പിടിച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൊടിയാകുമ്പോൾ നമുക്കിതിൻ്റെ കൃത്യം കണക്കറിയാൻ പറ്റും. വാങ്ങണതാണെങ്കിൽ ചിലതിൽ മല്ലി കൂടുതലാവും, അല്ലെങ്കിൽ ചിലതിൽ കായപ്പൊടി ധാരാളം ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെയായിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് യോജിക്കട്ടെ. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റായി. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. പച്ചക്കറി വെന്ത് തിളച്ച് കഴിഞ്ഞിട്ടാണ് കായം ചേർക്കുക. അതല്ലെങ്കിൽ പെട്ടെന്ന് തിളച്ച് തൂവിപ്പോവും. നല്ല മണമാണ് ഈ സാമ്പാറിന്. പലതരം പച്ചക്കറികളൊന്നും വേണ്ട, ഇതന്നെ ധാരാളമാണ്. ഇനി 1 ടീസ്പൂൺ ശർക്കരയും കൂടി ചേർത്തിട്ട് ഇളക്കാം. പൊടി ആയതുകൊണ്ട് വേഗം അലിയും. അച്ചാണെങ്കിൽ 1 അച്ച് ശർക്കര. ഓഫ് ചെയ്യാം. ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടി തിളച്ചുകൊണ്ടിരിക്കും, മൺചട്ടി ആയതുകൊണ്ട്. ഇനി വറുത്തിടേ വേണ്ടു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക് പൊട്ടി. ഇനി 4 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില കൂട്ടാനിലേക്ക് ഒഴിക്കാം. നല്ല മണവും സ്വാദും ഒക്കെയുള്ള സദ്യ സാമ്പാറായി കഴിഞ്ഞു. ഇഷ്ടമായ ഇവിടുത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.